ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടം.com കൊച്ചു കൂട്ടുകാരുടെ ഈ കൊച്ചു സ്വർഗത്തിലേക്ക് പ്രേക്ഷകരായ എല്ലാ ചങ്കു കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇനി സ്വർഗത്തിൽ രസകാഴ്ചകൾക്ക് മിഴിവ് കൂട്ടാൻ, ശക്തി കൂട്ടാൻ വന്നിരിക്കുന്നത് കോട്ട ചെറുപുഷ്പം ദേവാലയത്തിലെ കൊച്ചുമിടുക്കന്മാരും മിടുക്കികളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോ ഇന്ന് ഇവിടെ അടിച്ചു പൊളിക്കാനല്ല വന്നത്, ആണോ? അപ്പൊ ഇന്ന് ഈശോയോടൊത്ത് കളിക്കാം, ചിരിക്കാം, രസിക്കാം, അല്ലേ? സ്വർഗത്തിൽ നല്ല ഒരു സെറ്റപ്പ് വൈബാണ്, ഒരു ചില്ല് പ്രോഗ്രാമാണ്, അല്ലേ? ശരിക്കും നമ്മൾ പോയി കണ്ടിട്ടില്ലെങ്കിലും അല്ലേ, സ്വർഗത്തിൽ നല്ല ഒരു ചില്ല് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ അടിപൊളി ഇവിടെ മാലാകന്മാരെ പോലെ നിങ്ങളും കളിക്കണം. ആർ യു റെഡി? അപ്പൊ ചേട്ടായി രണ്ടാക്ഷം പഠിപ്പിക്കാൻ പോണ്. ഹലോ ജീസസ് പറഞ്ഞെല്ലാവരും. ഹായ് ജീസസ്. ഇനി ഞാൻ ഹലോ ജീസസ് പറയുമ്പോൾ നിങ്ങൾ ഹായ് ജീസസ് പറയണം. ഓക്കെ? ഹലോ ജീസസ്, ഹായ് ജീസസ്, ഹായ് ഹലോ ജീസസ്, ഹായ് ഹലോ ജീസസ്, ഹലോ ഹായ് ജീസസ്. പെട്ടു. അപ്പോ എന്തായാലും കൊള്ളാം, നിങ്ങൾ നല്ല എനർജി ഉള്ള ആൾക്കാരാണ്. കൊള്ളാം. നമുക്ക് എന്നാല് ഈ സ്വർഗത്തിലെ രസകാഴ്ചയിലേക്ക് അങ്ങ് പോയാലോ? അപ്പോ പ്രേക്ഷകരെ വെച്ച് താമസിപ്പിക്കുന്നില്ല, ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് ഞങ്ങൾ പോകാണ്. ഫസ്റ്റ് സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. പറഞ്ഞ മക്കളെ, ഒരു വചനമാണ് പാട്ടാക്കി പാടാൻ പോകുന്നത്. ജെറമിയ 33:3-4 വചനം. ആ വചനം ഒന്ന് പാട്ടായി പാടാൻ പോവാണ്. പഠിച്ചാലോ? സിമ്പിൾ ആയിട്ടുള്ള പാട്ടാണ്. റെഡി? എന്നെ വിളിക്കുക, ഞാൻ വിളിക്കേൾക്കാം, വേഗം മറുപടി തന്നീടാം. പഠിക്കേ. എന്നെ വിളിക്കുക, ഞാൻ വിളിക്കേൾക്കാം, വേഗം മറുപടി തന്നീടാം. സ്മാർട്ട് ഫോണും വേണ്ട, ഐഫോണും വേണ്ട, ഫോണും കയ്യിലെടുക്കേണ്ട. നേരിട്ടെന്നെ വിളിക്കാനുള്ളൊരു നമ്പർ മനസ്സിൽ കുറിച്ചോളൂ. കുറിച്ചോ? ജെറമിയ പറഞ്ഞേ. 33:3-4. ഏതാണ് ഈശോയെ വിളിക്കുന്ന നമ്പർ? അപ്പൊ ഇതിനൊരു ആക്ഷൻ ഉണ്ട്, ചേട്ടൻ പറഞ്ഞു തരാം. ഓക്കെ? എന്നെ വിളിക്കും. അങ്ങോട്ട് നോക്കേ. എന്നെ വിളിക്കുക, ഞാൻ വിളിക്കേൾക്കാം. ചെയ്തേ. എന്നെ വിളിക്കുക, ഞാൻ വിളിക്കേൾക്കാം, വേഗം മറുപടി തന്നീടാം. സ്മാർട്ട് ഫോണും വേണ്ട, ഐഫോണും വേണ്ട, ഫോണും കയ്യിലെടുക്കേണ്ട. ഓക്കെ? സ്മാർട്ട് ഫോണും വേണ്ട, ഐഫോണും വേണ്ട, ഫോണും കയ്യിലെടുക്കേണ്ട. നേരിട്ടെന്നെ വിളിക്കാനുള്ളൊരു നമ്പർ മനസ്സിൽ കുറിച്ച്. ജെറമിയ 33:3-4. പഠിച്ചില്ലേ? അന്നൊന്ന് ചെയ്താലോ? മാലാക്കെ പോലെ ഒന്ന് രസിച്ച് ചെയ്താലോ? ഒന്ന് എഴുന്നേറ്റ്, ചാടി എഴുന്നേറ്റ്. റെഡി, ഗോ. നന്നായിട്ട് ചെയ്യാം. റെഡി, ക്ലാപ്പ്. പുഞ്ചിരിയോടെ അന്ന് കൈയടിച്ച് എല്ലാവരും. എന്നെ വിളിക്കുക, ഞാൻ വിളിക്കേക്കാം, വേഗം മറുപടി തന്നീടാം. സ്മാർട്ട് ഫോണും വേണ്ട, ഐഫോണും വേണ്ട, ഫോണും എന്നെ വിളിക്കുക. എന്നെ വിളിക്കുക, ഞാൻ വിളിക്കേക്കാം, വേഗം മറുപടി തന്നീടാം. സ്മാർട്ട് ഫോണും വേണ്ട, ഐഫോണും വേണ്ട, ഫോണും കയ്യിലെടുക്കേണ്ട. നേരിട്ടെന്നെ വിളിക്കാനുള്ളൊരു നമ്പർ മനസ്സിൽ കുറിച്ചോളൂ. നേരിട്ടെന്നെ വിളിക്കാനുള്ളൊരു കുറിച്ചോളൂ. പറഞ്ഞേ. ജെറമിയ 33:3-4. ഒന്നുകൂടെ. ജെറമിയ 33:3-4. ഓക്കെ, ഒരു ക്ലാപ്പ് കൊടുത്തേ. ഇരിക്കാം. ഈശോയുടെ കൂട്ടുകാരെ, ഈശോയുടെ മാലാകമാരെ, സന്തോഷമാണോ? ഹാപ്പിയാണോ? ഇനി നമ്മൾ ഈ സ്വർഗത്തില് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന രണ്ടാമത്തെ സെഗ്മെന്റ് വചനം ഭക്ഷിക്കാം. എന്താണ്? വചനം ഭക്ഷിക്കാം.
വചനം ഭക്ഷിച്ച് നമ്മളിങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വരണം അല്ലേ? നമ്മൾ ഫുഡ് അല്ലേ, മുട്ടയും പാലൊക്കെ കഴിക്കാറുണ്ടോ? തരാറില്ലേ? വീട്ടിൽ തരാറുണ്ടോ? മുട്ട പാല് കഴിക്കടാ കഴിക്കടി കഴിക്കടാ കഴിക്കടി ഇങ്ങനെ പറയാറില്ലേ? അപ്പം നിങ്ങൾ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും മമ്മി ഓ കുത്തിക്കയറ്റല്ലേ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്തിനാ, മമ്മിയുടെ ആഗ്രഹം ഭക്ഷണമൊക്കെ കഴിച്ച് ശരീരം കിട പോരണം അല്ലേ? അതാണ് മമ്മി ആഗ്രഹിക്കുന്നത്. ഇതുപോലെ തന്നെ വചനം ഭക്ഷിച്ചാലേ ആര് വളരുള്ളൂ? നമ്മളല്ല, നമ്മുടെ ഉള്ളിൽ ആത്മാവ് വളരുള്ളൂ അല്ലേ? ഭക്ഷണം കഴിക്കുന്നത് ശരീരം ബിൽഡ് ചെയ്യാനാണ് അല്ലേ? പവർ കിട്ടാൻ, എനർജി കിട്ടാൻ, നിങ്ങൾ നല്ല എന്താ പറയുക, ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആത്മാവിനും ഇമ്മ്യൂണിറ്റി പവർ വേണം. ഡിഫെൻഡ് ചെയ്യണം, പിശാചിൻ്റെ ശക്തിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യണം അല്ലേ? അനുസരണക്കേട് വരുമ്പോൾ പോ പിശാചെ എന്ന് പറയണം. അതിന് വേണമെങ്കിൽ ആത്മാവിന് എന്ത് വേണം? ആത്മാവിന് ഇമ്മ്യൂണിറ്റി കിട്ടണമെങ്കിൽ എന്ത് കഴിക്കണം? മുട്ടയും പാലോ? പിന്നെ എന്ത് കഴിക്കണം? അപ്പോൾ വചനം ഭക്ഷിക്കാൻ റെഡിയാണോ? അപ്പൊ ഇന്ന് നമുക്ക് വചനം പങ്കുവെക്കാൻ വരുന്നത് ഈ സ്വർഗത്തിൽ വരാറുള്ള ജോബി ജോണൽ അങ്കിളാണ്. ഇന്റർനാഷണൽ കമ്പനികൾക്ക് കൺസൾട്ടൻസി ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സാറാണ്. കുട്ടികളുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഓടി വരും, യുവജനങ്ങളുടെ ധ്യാനങ്ങളൊക്കെ സഹായിക്കും. അപ്പൊ നമുക്ക് അങ്കിളിനെ സ്വാഗതം ചെയ്യാം. ആർ യു റെഡി? അപ്പൊ ആത്മാവിന് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ, പവർ കൂട്ടാൻ റെഡിയാണോ? നമ്മളൊരു ക്ലാപ്പ് ചെയ്തിട്ടാണ് അങ്കിളിനെ സ്വാഗതം ചെയ്യുന്നത്. ഏത് ക്ലാപ്പ് എന്ന് വേണ്ടെന്ന് അങ്കിൾ ആലോചിക്കട്ടെ. ഇന്ന് നമുക്ക് ഒരു ഫ്ലവർ ക്ലാപ്പ് കൊടുത്താലോ? ഫ്ലവർ ക്ലാപ്പ് അറിയോ നിങ്ങൾക്ക്? ചേട്ടായി പറഞ്ഞുതരാം, പെട്ടെന്ന് പഠിച്ചോളാം. നിങ്ങളുടെ പോക്കറ്റിൽ ഒരു ഫ്ലവർ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു റോസാപ്പൂ, നല്ല റെഡ് റോസാപ്പൂ ഉണ്ടെന്ന് കരുതുക. പോക്കറ്റിലുണ്ടെന്ന് കരുതുക, പോക്കറ്റിലില്ല എനിക്കറിയാം, കരുതുക. അപ്പോൾ ഇതിങ്ങനെ എടുക്കണം, ഈ ശബ്ദത്തിൽ ആ പൂ എടുക്കണം. എടുത്തേ, എൻ്റെ ഇതിങ്ങനെ സ്മെൽ ചെയ്യണം, അതിൻ്റെ ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു വെട്ടിക്കെട്ട് കയ്യിൽ കൊടുക്കണം. ഓക്കെ, പഠിച്ചേ? ഒന്നുകൂടെ. ഫ്ലവർ ക്ലാപ്പ്, ഗോ, റെഡി. പഠിച്ചോ? ഫ്ലവർ ക്ലാപ്പ് പഠിച്ചോ? അപ്പൊ അന്ന് ചാടി എഴുന്നേറ്റ് നമുക്ക് ജോബി ജോൺ അങ്കിളെ സ്വാഗതം ചെയ്യാം. ഫ്ലവർ ക്ലാപ്പ്, ഗോ. ക്ലാപ്പ്. പോരാ പോരാ പോരാ, ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. റെഡി. അപ്പൊ എല്ലാവർക്കും ഈശോമിശിഹായ്ക്കും എപ്പോഴും സ്വർഗത്തിലെ മാലാകുട്ടികൾക്ക് സുഖമാണോ? സന്തോഷാണോ? എന്നാൽ മാലാകുട്ടികൾക്ക് നന്നായിട്ട് ചിരിച്ചേ. നല്ല ചിരിയാട്ടോ. എല്ലാവരും ഇരുന്നേ. അപ്പൊ അങ്കിൾ ഇന്നൊരു വചനം പറഞ്ഞ് തുടങ്ങാം. നമുക്ക് പഠിച്ചാലോ? സുഭാഷിതങ്ങളുടെ പുസ്തകം 16:3. സുഭാഷിതങ്ങളുടെ പുസ്തകം 16:3. വചനം ഏതാണെന്നറിയോ? അതിങ്ങനെയാണ് പറയുന്നത്: നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. ഒന്നുകൂടെ പറഞ്ഞാൽ, നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികളെല്ലാം ഫലമണിയും. പങ്കില് ഒരു സംഭവം പറയാം. ഓക്കെ, നിങ്ങൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ കുറേ എക്സാമ്പിൾസും പ്രാക്ടിക്കൽസും ഒക്കെ നമുക്ക് കാണിച്ചു തരാറുണ്ട് അല്ലേ? അങ്ങനെ ഒരു ദിവസം ഒരു ബയോളജി ക്ലാസ്സിൽ ഒരു ടീച്ചർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 കാറ്റർ പില്ലറിനെ പിടിച്ചുകൊണ്ട് വന്നു. എന്തിനെ പിടിച്ചുകൊണ്ട് വന്നു? എന്താണ് ഈ കാറ്റർ പില്ലർ എന്ന് പറഞ്ഞാൽ? എന്താ അർത്ഥം? ചിത്രശലഭം ആകുന്നതിന് മുൻപുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഈ കാറ്റർ പില്ലർ. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇതിനെ പിടിച്ചുകൊണ്ടെന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ അടച്ചു വെച്ചു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഈ കാറ്റർപില്ലർ എന്ത് ചെയ്യും? അതിങ്ങനെ കിടന്ന് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ആ പ്യൂപ്പ സ്റ്റേജിൽ കിടന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും അല്ലേ? അത് ഇങ്ങനെ ചിത്രശലഭം ആവാനുള്ള ആ ഒരു ഭയങ്കര എഫേർട്ട് അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ഇത് മുഴുവനും ടീച്ചർ കുട്ടികൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഇങ്ങനെ എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ടീച്ചർക്ക് ഒരു വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞു, ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ പറഞ്ഞു, മക്കളെ ഞാൻ ഇപ്പോൾ വരാം, അപ്പം നിങ്ങൾ ഇതിനെ നോക്കിയിരുന്നാൽ മതി. ഓക്കെ, ഒന്നും ചെയ്യരുത്, നോക്കിയിരുന്നാൽ മതി, ടീച്ചർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ താഴത്തേക്ക് പോയി. ആ സമയത്ത് കുട്ടികളെല്ലാവരും കൂടി എന്ത് ചെയ്യും? ഓടി അതിൻ്റെ അടുത്തേക്ക് വന്നു.
അതിൻ്റെ അടുത്തേക്ക് അവർ ഇങ്ങനെ ക്ലോസ് ആയിട്ട് നോക്കി. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയോ? ഈ കാറ്റർപില്ലർ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ നടന്ന് സ്ട്രഗിൾ ചെയ്യാണ്. അത് സ്ട്രഗിൾ ചെയ്ത് കുറേ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ നിന്നൊരു ചിത്രശലഭം വരും, ബട്ടർഫ്ലൈ വരും. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയോ? ഒരു കൊച്ചുകുട്ടി, അവന് ഭയങ്കര സങ്കടം വന്നു. അവൻ ഓടിപ്പോയിട്ട് അതിനെ രക്ഷപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഒരു കൊച്ചു ബ്ലേഡ് എടുത്ത് അതിൻ്റെ സ്കിൻ ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കുക? പാവം ആ കാറ്റർപില്ലറ് ചത്തു. അതിന് ചിത്രശലഭം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു വലിയ പാഠമുണ്ട്. എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയ ലക്ഷ്യങ്ങളൊക്കെ വെച്ച് നമ്മളിങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പോണത് എങ്ങനെയായിരിക്കണം എന്നറിയോ? ദൈവത്തിൻ്റെ കൈപിടിച്ചായിരിക്കണം. നമ്മുടെ ബ്രെയിൻ പവറിനെയും നമ്മുടെ ഇൻ്റലിജൻസിനെയും നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവ്, ഇതിലൊന്നും നമ്മൾ ആശ്രയിക്കാതെ നമ്മൾ എവിടെ ആശ്രയിക്കണം? ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക? സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ചിത്രശലഭമായിട്ട് വിരിയുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? ചിത്രശലഭം ആവുന്നതിന് മുമ്പ് ആരെങ്കിലൊക്കെ വന്നിട്ട് നമ്മളെങ്ങോട്ട് ഫിനിഷ് ചെയ്യും, നമ്മളെങ്ങോട്ട് അവസാനിപ്പിക്കും. അപ്പം നമ്മൾ ചിത്രശലഭങ്ങളായിട്ട് വിരിഞ്ഞ് ആകാശത്ത് മുഴുവൻ പാറിപ്പറന്ന് നടന്ന് എല്ലാവർക്കും സന്തോഷം കൊടുക്കേണ്ട കുട്ടികളാണ്. നമ്മൾ ഒരിക്കലും ഇടയ്ക്ക് വെച്ച് അവസാനിക്കരുത്. അപ്പം നമ്മൾ എന്ത് എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും, എന്ത് പ്രയത്നം ചെയ്ത് കഴിഞ്ഞാലും, എത്രമാത്രം സ്ട്രഗിൾ ചെയ്താലും, എന്തൊക്കെ ചെയ്താലും എന്തിൽ ആശ്രയിക്കണം? ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ ആശ്രയിച്ച് വേണം നമ്മൾ പഠിക്കാനും നമ്മൾ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട്. കേട്ടോ? അപ്പോൾ വചനം ഒന്നും കൂടെ അങ്കിൾ പറയട്ടെ. ഏതാണ് വചനം? സുഭാഷിതങ്ങളുടെ പുസ്തകം 16:3. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. എല്ലാവരും ചാടി ഇരുന്നേട്ടെ. വലത്തെ കൈ ഹൃദയത്തോട് ചേർത്ത് വെച്ചേൻ. എന്നിട്ട് പറഞ്ഞ വചനം പറഞ്ഞേൻ, നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പ്രവൃത്തികളെല്ലാം ഫലമണിയും. അപ്പൊ എല്ലാരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പൊ അങ്കിള് പോയിട്ട് വരാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ മക്കളെ, എന്തായി? വചനം ഭക്ഷിച്ചോ? ആത്മാവിന് ബൂസ്റ്റപ്പ് കിട്ടിയോ? നമുക്ക് എന്നാൽ ഈ സ്വർഗത്തിൽ അടുത്ത രസക്കാഴ്ചയിലേക്ക് പോവാണ്. ഈ സ്വർഗത്തിൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഈശപ്പച്ചൻ ഒരുക്കിയിരിക്കുന്ന 3ാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. പറഞ്ഞ മക്കള്, വിശുദ്ധരെ പരിചയപ്പെടാം. വിശുദ്ധരെ കുറിച്ച് കേട്ട് നമുക്ക് കുറച്ചും കൂടി വിശുദ്ധിയിൽ വളരാനായിട്ട് പരിശ്രമിക്കാം. ഇന്ന് നമുക്ക് ഈ സ്വർഗത്തിൽ വിശുദ്ധരെ കുറിച്ച് പറയാൻ ആരൊക്കെയാണ് റെഡി ആയിരിക്കുന്നത്? വാ. മോളുടെ പേര് പറഞ്ഞേ. ജെയിൻ റോസ്. ജെയിൻ റോസ് ആണ് ഇന്ന് വചനം പറയാൻ വിശുദ്ധരെ പറയാൻ വന്നിരിക്കുന്നത്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ. ഓക്കെ. ഏത് വിശുദ്ധനെ കുറിച്ച് പറയുന്നത്? വിശുദ്ധ കൊച്ചു ത്രേസ്യയെ കുറിച്ചാണ് പറയുന്നത്. നല്ല ശ്രദ്ധയോടെ നമുക്ക് കേട്ടിരിക്കാം. റെഡി? ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ കുറിച്ചാണ്. ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ എന്നാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ അറിയപ്പെടുന്നത്. വിശുദ്ധ കൊച്ചു ത്രേസ്യ അഥവാ തെരേസ്യ ഡി ലിസ്യൂസ് എന്നും അറിയപ്പെടുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് ചെറുപുഷ്പം എന്നും പേരുണ്ട്. 1873 ജനുവരി 2-നാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ ജനിക്കുന്നത്. ഫ്രഞ്ചുകാരിയായ ഒരു ക്രൈസ്തവ സന്യാസിനിയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് 4 ചേച്ചിമാരുണ്ടായിരുന്നു. അവളുടെ മൂത്ത ചേച്ചിയായ പവളിൻ ഒരമ്മയെപ്പോലെ അവളെ പരിപാലിച്ചു. അവളുടെ ചേച്ചിമാരെ പോലെ മഠത്തിൽ ചേരണമെന്നായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. 10 വയസ്സായപ്പോൾ അവൾക്കൊരു ഗുരുതര രോഗം പിടിപെട്ടു. പരിശുദ്ധ മാതാവിനോട് അവൾക്ക് എന്നും സ്നേഹമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം അവൾ കഴുത്തിൽ ധരിച്ചിരുന്നു. ഒരു ദിവസം മുറിയിൽ കിടപ്പിലായിരുന്ന പരിശുദ്ധ അമ്മ അവളെ നോക്കി പുഞ്ചിരിക്കുന്നതായി അവൾക്ക് കാണപ്പെട്ടു. പിന്നീട് അവളുടെ ആ ഗുരുതര രോഗം ഭേദമായി. 15-ാമത്തെ വയസ്സിൽ തനിക്കൊരു വിശുദ്ധിയാകണമെന്ന് അവൾ എഴുതി. 15-ാമത്തെ വയസ്സിൽ സന്യാസിനിയാകണമെന്ന ആഗ്രഹത്തോടെ അവൾ റോമിൽ പോവുകയും മാർപ്പാപ്പയുടെ അനുമതി തരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഫ്രഞ്ച് മാധ്യമങ്ങളെല്ലാം പിന്നീട് നിലനിന്നത് ഒരു ധീരയായ പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്തകളാണ്. പിന്നീട് അവൾ മഠത്തിൽ പ്രവേശിച്ചു. ക്ഷയരോഗം മൂലം വളരെയധികം വേദന അവൾ അനുഭവിച്ചെങ്കിലും തൻ്റെ ദൈവത്തിനാണെന്ന് കരുതി അവൾ ഇതെല്ലാം സഹിച്ചു. വളരെ ലളിതമായൊരു ജീവിതമായിരുന്നു അവൾ നയിച്ചത്. വെറും 24 വയസ്സ് വരെയേ അവൾ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ. 1879 സെപ്റ്റംബർ 30-ന് ആ സ്നേഹപുഷ്പം നമ്മളിൽ നിന്നെല്ലാം വിട്ട് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. 1925 മെയ് 17-ന്
പിയൂസ് മാർപ്പാപ്പ അവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഇപ്പോഴും ആ സ്നേഹപുഷ്പം സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈശോയുടെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. താങ്ക് യു. ഈ വിശുദ്ധയുടെ ജീവിതാസ്പദമാക്കിയൊരു വചനം പറയാണ്. മോൻ്റെ പേര് പറഞ്ഞേ. എയ്ഡൻ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? 6. ഓക്കെ, എയ്ഡൻ പറയുന്ന വചനം നമുക്ക് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിശുദ്ധ കൊച്ചുത്രേസ്യയെ കുറിച്ച് നിങ്ങൾ കേട്ടുവല്ലോ. വിശുദ്ധയുടെ ജീവിതം ആസ്പദമാക്കി വിശുദ്ധയെ സ്വാധീനിച്ച വചനം ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി 18:3. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെയാകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയില്ല. താങ്ക് യു. അപ്പം ഇന്ന് വിശുദ്ധയെക്കുറിച്ച് പങ്കുവെച്ചും വചനം പങ്കുവയ്ക്കുകയും ചെയ്ത ഈ 2 പേർക്ക് ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കാമോ? ഈശോയുടെ മാലാഖമാരെ, ഈ സ്വർഗത്തിലെ അടുത്ത ഒരു രസക്കാഴ്ചയാണ് ഈശോ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന 4ാമത്തെ സെഗ്മെന്റ്. താലന്ത് വർദ്ധിപ്പിക്കാം. പറഞ്ഞേ, അപ്പം നമ്മുടെ താലന്തൊക്കെ ഈശോയ്ക്ക് കൊടുക്കണം. കുറേ പേര് പല എപ്പിസോഡിൽ ഡാൻസ് കളിച്ചു, നിങ്ങൾ ഒരുപാട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ സെഗ്മെന്റിൽ ഈശോയ്ക്ക് താലന്ത് കൊടുക്കാൻ ആരാണ് ഒരുങ്ങി വന്നിരിക്കുന്നത്? ഒരു കൈഡി കൊടുക്കാമോ? അപ്പോൾ മോളുടെ പേര് പറയാമോ? എൽഗ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? 7th. ഇന്ന് ഈശോയ്ക്ക് വേണ്ടി എന്ത് താലന്ത കൊടുക്കാൻ പോകുന്നത്? പാട്ട് പാടാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എൽഗയുടെ താലന്ത് നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം. സക്രാരിയിൽ നിന്നിതാ ആഗതനാകുന്നു ഇന്നീശോ, ദാഹമോടെ ഞാൻ അൾത്താരയിൽ കാഴ്ചയായി നൽകാം ജീവിതം മുഴുവൻ എൻ്റെ പൊന്നുനാഥനെ സ്വീകരിക്കുമ്പോൾ ആരാധന. ദിവ്യസക്രാരിയിൽ നിന്നിതാ ആഗതനാകുന്നു ഇന്നീശോ, ദാഹമോടെ ഞാൻ അൾത്താരയിൽ പാപവഴി ഞാൻ നടന്നാലും ദൂർത്തയായി നിന്നെ മറന്നാലും സ്നേഹസ്പർശനം നൽകി എന്നെ സ്വർഗരാജ്യം കാട്ടിടും. സ്നേഹസ്പർശനം നൽകി എന്നെ സ്വർഗരാജ്യം കാട്ടിടും. എൻ്റെ സ്നേഹനാഥനീശോയേ, ഞാൻ നിന്റെ സ്വന്തമായിടട്ടെ. ദിവ്യസക്രാരിയിൽ നിന്നിതാ ആഗതനാകുന്നു ഇന്നീശോ, ദാഹമോടെ ഞാൻ അൾത്താരയിൽ. എൽഗയ്ക്ക് നല്ലൊരു കൈഡി കൊടുത്തേ എല്ലാവരും. ഈ ഒരു എപ്പിസോഡിൽ 5ാമത്തെ സെഗ്മെന്റ് ആണ് നല്ല ശീലം പഠിക്കാം. എന്താണ്? നല്ല ശീലം പഠിക്കാം. ഇന്ന് വിശുദ്ധയെക്കുറിച്ച് കേട്ടത് കൊച്ചു ത്രേസ്യയെ കുറിച്ചാണ്. നിങ്ങൾ ഏത് ചർച്ചയിൽ നിന്നാണ് വരുന്നത്? ലിറ്റിൽ ഫ്ലവർ. അതാരാണ്? കൊച്ചു ത്രേസ്യയുടെ. കൊച്ചു ത്രേസ്യയാണ്. അപ്പോൾ മൊത്തം കൊച്ചു ത്രേസ്യയുടെ കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ പൊയ്ക്കൊണ്ടിരിക്കണേ. അതുകൊണ്ട് ഇന്ന് നല്ല ശീലത്തിൽ കൊച്ചു ത്രേസ്യ പറഞ്ഞ ഒരു കൊച്ചു ശീലം, അതാണ് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ പോകുന്നത്. ആ കൊച്ചു ത്രേസ്യ പറഞ്ഞ ഒരു ശീലം ഇതാണ്:
വലിയ കാര്യങ്ങൾ മനസ്സില്ലാതെ സന്തോഷമില്ലാതെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് കൊച്ചു കാര്യങ്ങൾ മനസ്സോടെ സന്തോഷത്തോടെ ചെയ്യുന്നതാണ്. വല്ലതും മനസ്സിലായോ? വലിയ പിടിയൊന്നും കിട്ടിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ ഒന്നുകൂടെ പറയാം. കൊച്ചു ത്രേസ്യ ജീവിതത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. എന്താണ്? വലിയ കാര്യങ്ങൾ മനസ്സില്ലാണ്ട്, അല്ലേ? വീട്ടിൽ ചിലപ്പോൾ പറയും, മോളെ അത് ചെയ്തേടി, മോനെ അത് ചെയ്തേടാ, അങ്ങനെ ചെയ്തേടി എന്നൊക്കെ പറയുമ്പോൾ മനസ്സില്ലാണ്ട്, വേണ്ടായിരുന്നു, പറ്റില്ല, കുറച്ചും കൂടി TV കണ്ടാൽ മതിയായിരുന്നു, അല്ലേ? മനസ്സില്ല. അങ്ങനെ മനസ്സില്ലാണ്ട് ചില വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും. ചിലപ്പോൾ മമ്മീനെ അനുസരിക്കും, കടയിൽ പോകും, ഡ്രസ് വാഷിങ്, അങ്ങനെ ചെയ്യാറുണ്ടോ? നല്ല കാര്യങ്ങളൊക്കെ ചെയ്യോ? ഓ, അപ്പോൾ കൊച്ചു ത്രേസ്യ പറഞ്ഞ കാര്യം ഇതാണ്. വലിയ കാര്യങ്ങൾ മനസ്സില്ലാതെ സന്തോഷമില്ലാതെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചെറിയ കാര്യങ്ങൾ മനസ്സോടെ ചെയ്യുന്നതാണ്. മനസ്സിലായോ വല്ലതും? അപ്പൊ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കൊച്ചു കാര്യം ചെയ്യണേ, അത് നല്ല മനസ്സോടെ ചെയ്യണം, അല്ലേ? മമ്മീനൊന്ന് സഹായിക്കണുള്ളൂ, അത് നല്ല മനസ്സോടെ ചെയ്യണം. പപ്പേനൊന്ന് സഹായിക്കണുള്ളൂ, നല്ല മനസ്സോടെ ചെയ്യണം. ടീച്ചർ എന്തെങ്കിലും പറഞ്ഞോ, ഒരു വർക്ക് പറഞ്ഞോ, നല്ല മനസ്സോടെ ചെയ്യണം, അല്ലേ? അല്ലാണ്ട് മനസ്സിലാണ്ട് എനിക്കിത് വേണ്ടായിരുന്നു, കുറച്ചും കൂടി TV കണ്ടാൽ മതിയായിരുന്നു, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കൊച്ചു ത്രേസ്യ പറഞ്ഞ വാക്ക് ഒന്നുകൂടെ ഞാൻ പറയാണ്. വിശുദ്ധയുടെ വാക്ക് ഒന്നുകൂടെ പറഞ്ഞേ. വലിയ കാര്യങ്ങൾ മനസ്സില്ലാതെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചെറിയ കാര്യങ്ങൾ നല്ല മനസ്സോടെ ചെയ്യുന്നതാണ്. അപ്പൊ ഇനി കൊച്ചു കൊച്ചു കാര്യം ചെയ്യണുള്ളൂ, അത് നല്ല മനസ്സോടെ ചെയ്യണം. ഇത്രയേ ഉള്ളൂ അതിന്റെ സാരാംശം. ഓക്കെ, റെഡിയാണോ? റെഡി. അപ്പൊ ഇന്ന് മുതൽ കൊച്ചു കൊച്ചു കാര്യം ചെയ്യണുള്ളൂ. ചിലപ്പോൾ ഒരു പൂ പൊട്ടിച്ചിട്ട് കുരിശ് വരയുടെ നേരത്ത് കൊണ്ടുവയ്ക്കുന്നതായിരിക്കാം, കൊച്ചു കാര്യമായിരിക്കാം. പക്ഷെ അത് മമ്മി നിർബന്ധിച്ച് പൊടിക്കടി, അങ്ങനെ ചെയ്യടി, ഇങ്ങനെ ചെയ്യടി, അങ്ങനെ പറഞ്ഞ് ചെയ്യിക്കല്ല വേണ്ടേ, മനസ്സോടെ ചെയ്യണം. ഈശോയ്ക്ക് വേണ്ടി ഒരു പൂ പൊട്ടിച്ച് കുരിശ് വരയ്ക്ക് മുന്നേ കൊണ്ടുവയ്ക്കുന്നു, അല്ലേ? എന്ത് കൊച്ചു കാര്യമാണോ അത് മനസ്സോടെ ചെയ്യണം. ആർ യു റെഡി? പോരാ. ആർ യു റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഈശോടൊത്ത് കളിക്കാം. ഈ പ്രോഗ്രാമിൻ്റെ ഒരു ടൈറ്റിൽ സോങ് ചേട്ടൻ ഒന്നുകൂടെ പാടിത്തരാം. ഈശോടൊത്ത് കളിക്കാലോ. റെഡി? വേഗം പഠിക്കണം, വേഗം ചെയ്യാം. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പുത്തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. വെരി ഗുഡ്. അന്തസ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് ചെയ്യാം. റെഡി? വൃത്തത്തില് റെഡി, ഗോ. കൈയടിച്ച് ആടിപ്പാടി ഈശോടൊത്ത് കളിക്കാം. മാലാഖയപ്പം റെഡി, ഗോ. ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പുത്തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. ഗുഡ്. ഈശോയുടെ നല്ല കൂട്ടുകാരെ, എന്തോ ഹാപ്പി ആണോ? ആണോ? ഒന്ന് പ്രാർത്ഥിച്ചാലോ? ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് ഈശോയോടത് കളിക്കാം. ഒന്ന് നിവർന്നിരുന്ന് ഈ 3-4 സെഗ്മെന്റിലൂടെ ഈശോയെ സ്നേഹിക്കുകയായിരുന്നു നമ്മൾ. ഈ സ്വർഗത്തിൻ്റെ രസകാഴ്ചകൾ രുചിക്കുകയായിരുന്നു. കണ്ണടച്ച് കൈകൾ ഹൃദയത്തിൻ്റെ ഭാഗത്ത് കൂപ്പിപ്പിടിച്ച് മക്കളെല്ലാവരും നല്ല ശബ്ദത്തിൽ മാലാഖമാരെ പോലെ നല്ല പ്ലസന്റ് ആയിട്ടൊന്ന് പ്രാർത്ഥിച്ചേൻ. എൻ്റെ ഈശോയെ ഈ സ്വർഗത്തിൽ വന്ന് അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കഴിവുകൾ അങ്ങേക്ക് നൽകുവാൻ അനുവദിച്ചതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്തുവാൻ വചനം തന്നതിന് നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കണ്ണു തുറന്നേ. ഓക്കെ ആണോ? ഉഷാറല്ലേ? അപ്പോ ഇനി നിങ്ങളുടെ മുന്നിൽ ഒരു സസ്പെൻസും വേഗം പൊട്ടിക്കാൻ പോവാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് ആരാണെന്ന് അറിയാൻ പോവാണ്. വാ, ഇന്ന് പാട്ട് പാടിയ എൽഗ തന്നെ വായോ. ഇതിൽ നിന്നൊരാളെ സെലക്ട് ചെയ്യാൻ പോവാണ്. കൈയടി കൊടുത്തേ, ക്ലാപ്പ് കൊടുത്തേ. എടുത്തോ.
ഓപ്പൺ. കൈയിടി പോരാ, കൈയിടി പോരാ, കൈയിടിച്ചോ. ജെയിൻ റോസ് KJ, ജെയിൻ റോസ്. വെരി ഗുഡ്. അപ്പോൾ ഇന്ന് ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് ജെയിൻ റോസ് ആണ്. ഒരു ക്ലാപ്പ് കൊടുക്കാമോ? ഓക്കെ, ജെയിൻ റോസ് തന്നെ എന്നിട്ട് ഈ മിഠായി എടുത്ത് എല്ലാവർക്കും കൊടുക്കണേ. കൂട്ടുകാരെ, ഇത്ര നേരം ഈ സ്വർഗത്തിലെ രസക്കാഴ്ചകൾ, നിങ്ങളുടെ കളി, ചിരി, പാട്ട്, താലന്ത്, ഇതൊക്കെ കൗതുകത്തോടെ വീക്ഷിച്ച പ്രേക്ഷകരായിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയണ്ടേ? പറയണോ? പറയണം. ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കണ്ടേ? കൊടുക്കണം. മാലാകക്കൂട്ടം.com പ്രോഗ്രാമിന്റെ ചങ്ക് പ്രേക്ഷകരായിട്ടുള്ള ഞങ്ങളുടെ കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾ ഇത്രയും നേരം ഈ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കറിയാം ഈ സ്വർഗത്തിലെ കാഴ്ചകൾ നിങ്ങളെ രസിപ്പിച്ചെങ്കിൽ ഞങ്ങളേറെ സന്തോഷിക്കുന്നു. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഞങ്ങളുടെ സ്വർഗത്തിലെ രസക്കാഴ്ചകൾ നിങ്ങൾ കാണണം. വീണ്ടും നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാ ചങ്ക് കൂട്ടുകാർക്കും ഒരു ബിഗ് ക്ലാപ്പ്. പ്രിയമക്കളെ, നമുക്ക് എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്യാം. നമ്മളെ വീക്ഷിച്ച, പ്രോത്സാഹിപ്പിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരു ബൈ പറഞ്ഞേ. ടാറ്റാ, ബൈ ബൈ, സീ യു.